ഹിമാലയനൊക്കെ ഓഫ് റോഡ് അടിക്കുന്ന വീഡിയോ വരെ ഉണ്ട്. അതിൽ വരെ പോയി കമൻ്റ് ഇടും ഒള്ളി ആൻഡിൽ VVA കിക്സിനെന്ന്. റീലോളികളും കമൻ്റ് ഒളികളെയും ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. ഈ ഒരു വണ്ടിക്ക് ഹേറ്റേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആരും സഞ്ചരിക്കാത്ത ചില വഴികളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. ഇതുവരെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ആരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് യമഹ R15V4 എന്തുകൊണ്ട് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വണ്ടിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മോശമായിരിക്കണം, അല്ലെങ്കിൽ സർവീസ് മോശമായിരിക്കണം, അതില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണണം. പക്ഷേ ഇത്രയും ഒരു പെർഫെക്റ്റ് ബിൽഡ് മോട്ടോർ സൈക്കിളിന് എന്തുകൊണ്ട് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നു എന്ന് ഒരുപാട് പേർക്ക് സംശയമല്ല. ആരും അത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ കണ്ടൻറ്റ് ക്ഷാമം ഉള്ളതുകൊണ്ടല്ല, ചെറിയ രീതിക്ക് ക്ഷാമം ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു 150cc സെഗ്മെൻറ്റിൽ ഡീസൻറ്റ് മൈലേജ്, ഡീസൻറ്റ് പവർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് എന്തുകൊണ്ട് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിന് ഹേറ്റേഴ്സ് ഉണ്ടാകാൻ കാരണം ഇതിൻ്റെ ഓണേഴ്സ്, അല്ലെങ്കിൽ എല്ലാവരെയൊന്നും പറയുന്നില്ല, ഒരു ചെറിയ കൂട്ടം ആൾക്കാർ, പിന്നെ ഇതിൻ്റെ ഫാൻസും കാരണം തന്നെയാണ്. കാരണം ഈ ഒരു വണ്ടി 150cc വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 250 പിടിക്കും, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ തോപ്പിക്കും, ചില സാഹചര്യങ്ങൾ തോപ്പിക്കും. കാരണം ഇതിന് ടോപ്പ് എൻഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു ഡ്രാഗ് റേസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടി കയറിപ്പോവും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു റീൽ വെസസ് റിയാലിറ്റി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഫാൻസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 200cc വണ്ടിയൊക്കെ ഉള്ളവന്മാരെ റീലൊക്കെ ഇടുമ്പോഴത്തേക്ക് ചുമ്മാ അതിൽ കമൻ്റ് ഇടും ഒള്ളി ആൻഡിൽ VVA കിക്സിൻ. അങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ അവന്മാരെ പോയി ചൊറിയും. അതിന് കാരണമെന്ന് വെച്ചാൽ ആദ്യം അവന്മാർക്ക് ഈ VVA എന്താണെന്ന് അറിയില്ല, അതെപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നതെന്നും അവന്മാർക്ക് അറിയില്ല. ഈ VVA എന്ന് വെച്ചാൽ വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ. ആ ഒരു സാധനം ആക്ടിവേറ്റ് ആവുന്നത് വണ്ടി 7500 RPM കഴിയുമ്പോഴത്തേക്കാണ്. അത് വരയ്ക്കും ഒരു നോർമൽ വണ്ടിയുടെ പവർ മാത്രമേ ഇത് തരൂ. പക്ഷേ ഒരു 200cc വണ്ടികളുടെ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിലൊരു VVA ഓപ്പൺ ആകുമ്പോൾ കിട്ടുന്ന പവർ അതിലെപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ഒരു വണ്ടി നിങ്ങളുടെ 200cc RCയുടെയോ ഈ കൂടെയോ അല്ലെങ്കിൽ RSൻ്റെ കൂടെയോ ഒരു റേസ് വെക്കുകയാണെങ്കിൽ തന്നെ, റേസ് അല്ല നോർമലായിട്ട് ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇത് സ്റ്റാർട്ടാക്കി VVA ഓണായി വരുമ്പോഴത്തേക്ക് അവന്മാർ വീടെത്തി കാണും. പിന്നെ ഇത് രണ്ട് ഓട്ടിക്കാനും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. അത് ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുള്ളവന്മാർക്കും സ്ഥിരം ഓട്ടിക്കുന്നവന്മാർക്കും കറക്റ്റ് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവന്മാരെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും ഈ ഒരു വണ്ടിക്ക് ഹേറ്റേഴ്സ് ബിൽഡാവും. കാരണം അവന്മാരിലുള്ള വണ്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് അവന്മാർ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ അവന്മാരും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത രീതിയിലുള്ള കമ്പാരിസനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഇതിന് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നതിന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം 150cc വണ്ടി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ്ലി ബിൽഡും പെർഫോമൻസ് തന്നെ വേറൊരു വണ്ടിയില്ല. 200cc ഏകദേശം പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ചിലവന്മാരൊക്കെ ആണെങ്കിൽ ഇതിനും അപ്പുറത്ത് പോയിട്ട് ഹിമാലയനൊക്കെ ഓഫ് റോഡ് അടിക്കുന്ന വീഡിയോ വരെ ഉണ്ട്. അതിൽ വരെ പോയി കമൻ്റ് ഇടും ഒള്ളി ആൻഡിൽ VVA കിക്സിനെന്ന്. അതൊക്കെ ഇതിനകത്ത് പിന്നെ ഊക്ക് വാങ്ങിക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാവരുടെയും കാര്യമൊന്നുമല്ല പറയുന്നത്, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരുടെ മാത്രം ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അല്ലാതെ മൊത്തം ഓണേഴ്സിനെയോ ഇതിൻ്റെ ഫാൻസിനെയോ ഒന്നും ഞാൻ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടൻറ്റ് ക്ഷാമമായി എനിക്ക് പെട്ടെന്നൊരു കണ്ടൻറ്റ് കിട്ടിയോണ്ട് അത് തന്നെ എടുത്തുനിന്ന് ചെയ്യാമെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം VVA എന്താണെന്ന് മനസ്സിലാക്കണം, അത് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ രണ്ട് വണ്ടിയും സൈഡ് ടു സൈഡായിട്ട് വെച്ച് ഓടിച്ച് നോക്കണം. ഈ ഒരു വണ്ടി 200cc വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അഥവാ കമ്പയർ ചെയ്താലും ആ ഒരു വണ്ടി ഓടിക്കാനും ഇത് ഓടിക്കാനും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. VVA ഓപ്പൺ ആകുമ്പോൾ പവർ കിട്ടുന്നതും എപ്പോഴും പവർ കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു പവറിൽ എപ്പോഴും ഓടിക്കുന്നവന്മാരെടുത്ത് ഇതേപോലെ കമ്പാരിസനും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ബിൽഡാവും. ആവശ്യമില്ലാത്ത തർക്കങ്ങളിലോട്ടൊക്കെ നയിക്കും. പിന്നെ ചിലവന്മാരൊക്കെ ആണെങ്കിൽ ഈ 200cc വണ്ടികളെ ഇതിൻ്റെ കൂടെ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ട് ഊക്കും. അതിന് ലുക്കില്ല, മൈലേജ് ഇല്ല, പെർഫോമൻസ് ഇല്ല, ഇതിനെല്ലാം കൂടെ ഉള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ റീലോളികളും കമൻ്റ് ഒളികളെയും ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. ഈ ഒരു വണ്ടിക്ക് ഹേറ്റേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റ ID കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോകാതെ പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.